ടീസ്കറി സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് തഗ് ലൈഫ്. ഞാൻ ഇന്നലെ പോയി പടം കണ്ട്. ഇന്നലെ വന്നപ്പോൾ തന്നെ ഒരു 12 ഒന്ന് കിടന്നപ്പോൾ തന്നെ ക്ഷീണമായി. അവിടെ ഞാൻ ആ ക്ഷീണത്തിൽ കയറി കിടന്ന്. കാരണം പടം കണ്ടതിന് ക്ഷീണമായിരുന്നു. അമ്മാതിരി ക്ഷീണമായിരുന്നു പടം കണ്ടിട്ട് തന്നെ. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ഡയറക്ടർ മണിരത്നം. മണിരത്നത്തിൽ കുറേ പടങ്ങളുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ എപ്പിക് പടങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വേറെ ലെവലാണ്. ലാസ്റ്റ് പൊന്നിയിൻ സെൽവൻ, അതായത് പണ്ടത്തെ പടങ്ങൾ എടുത്താലും വേറെ ലെവലാണ്. ഈ പടം എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ പൊന്നോ, എടുത്ത് ഇത് നമ്മൾ കണ്ട കഥകൾ, നമ്മൾ കാലങ്ങളായിട്ട് കണ്ട കഥകൾ അതേപോലെ പിന്നെ പുള്ളിയുടെ രീതി ചെയ്യാൻ നോക്കി. പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടില്ല. അതും എഴുതിയ കമലഹാസൻ തന്നെ, കൂടെ അല്ല എഴുതിയ മണിരത്നം, കൂടെ കമലഹാസനും. അപ്പം ഡയറക്ഷനും റൈറ്റും മണിരത്നമുണ്ട്. വലിയ ഗുണമില്ല, ഗുണമേ ഇല്ലായിരുന്നു. കഥ ഒന്നുമില്ല. അതാണ് ഈ പടം കാണാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. മണിരത്നം, കമലഹാസൻ, ഏറമൻ മൂന്നിൻ്റെയും ഒരു കോപ്പുണ്ട്. ലെജൻഡറി ആൾക്കാരുടെ കോമ്പോ ഇതുപോലത്തെ വൻ അവരാതാക്കി കളഞ്ഞത് ഒന്നും പറയാനില്ല. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ കമലഹാസൻ, ആർ മഹേന്ദ്രൻ, മണിരത്നം, ശിവാനന്ദ്. സ്റ്റാറിങ് കമലഹാസന്റെ പെർഫോമൻസ് ഒന്നുമില്ല. ചില സെന്റ് സാധനം കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ 3 പടം കാണാൻ പോയത്. അതില് എന്റെ ഇപ്പുറത്തിരുന്നത് 10 മിനിറ്റ് തുടങ്ങിപ്പോയി. ഇപ്പുറത്തിരുന്നത് ഒരുത്തരാണെങ്കിൽ പടത്തിലെ തെറിയ. ബാക്കി ഒരു അവളവന്മാരൊക്കെ, ബാക്കി കാണാവുന്നവരൊക്കെ വൻ ട്രോളും. അവസാനത്തെ സീന് ക്ലൈമാക്സ് കൊണ്ട് എടുത്ത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാണല്ലോ തന്തയ്ക്ക് വിളിക്കേണ്ട ഫീല. എടുത്തവൻ വെറും വെറും വെറുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരി വരും. എന്നിട്ട് എന്റെ കൂടെ ഉള്ളവരുത്താണെങ്കിൽ എഴുന്നേറ്റ് പോയി. ആ സീൻ കണ്ടപ്പോ എഴുന്നേറ്റ് പോയി. അവനിപ്പോ റിവ്യൂ കാണാൻ മനസ്സിലാവും ആരായിരിക്കും. പിന്നെ സിനിമാറ്റോഗ്രാഫി രവി കെ ചന്ദ്രൻ, എഡിറ്റിങ് ശ്രീകർ പ്രസാദ്, മ്യൂസിക് ഏറുമാൻ ഒന്ന് മുക്കി നല്ല രീതിയിൽ പുഷ് നോക്കി. പക്ഷെ അതങ്ങ് വർക്കൗട്ട് ആയിട്ട്. പക്ഷെ വിൻവിളി നായ പാട്ട് ടീച്ചർ കണ്ടപ്പോഴേക്കും എൻ്റെ മോനെ കിണ്ണ സാധനം കിട്ടും. പക്ഷെ എടുത്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് പ്ലേസ് ചെയ്യുന്നത് അറ്റവും മുറിയും മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും ഫീൽ കിട്ടുന്നില്ല. ഒന്നാമത്തെ പടമോ ഇങ്ങനെയായി. 163 മിനിറ്റോളം ഈ പടം ഇങ്ങനാക്കി. അതിനോട് ഈ ബീജം വന്നിട്ടാണ് ഒന്നുമില്ല. നമുക്ക് ആ മൈൻഡേ കാണുന്നില്ല. ഇടയ്ക്ക് മാത്രമേ ആ വരുന്നുള്ളൂ. പിന്നെ 2.75 മണിക്കൂർ പടമുണ്ട്. എന്തിനാണ് അപ്പോൾ ഈ പടം കണ്ടതെന്ന് ഒരു പിടുത്തമില്ല. ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ, ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ഇന്റർ ബ്ലോക്ക്. ഞാൻ ഇവിടുത്തെ പടം നടക്കുമ്പോൾ വിഷയം ഒന്നുമില്ല. എന്നാൽ ഒന്നുമില്ലെങ്കിൽ കൂടി ഇന്റർവൽ ബ്ലോക്ക് എങ്കിലും ഇച്ചിരി ഒരു രസം ഉണ്ടായി വിചാരിച്ചു. പക്ഷെ ഒരു മാങ്ങാത്തോലി ഇല്ലാത്ത പടമായി പോയി. ഞാൻ ഓർത്ത് ഫസ്റ്റ് ഹാഫ് ആയിപ്പോയി. എൻ്റെ കൂട്ടാ പറഞ്ഞു, എടാ ഫസ്റ്റ് ഹാഫ് നശിപ്പിച്ചു, ബോറാണെന്ന് മടുപ്പെന്ന് പറഞ്ഞു. സെക്കൻഡ് ഹാഫ് ഞങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ചു സെക്കൻഡ് ഹാഫ് കയറി കണ്ടു തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായത് സെക്കൻഡ് ഹാഫ് തെറിയല്ലാതെ വേറെ ഒന്നും വായി വരുന്നില്ല. അമ്മാതി എന്നുവെച്ചാൽ 5-ല് ഒരു 1-2 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് 5-1 ഉള്ളൂ. അത്രയും ഡിഫറൻസേ ഉള്ളൂ. 5-2 ഇല്ല. 5-1 5 സെക്കൻഡ് ഹാഫ് കൊടുത്തു കഴിഞ്ഞാൽ 5-1 ഉള്ളൂ ഫസ്റ്റ് ഹാഫിന്. അല്ല 0.5 റേറ്റിംഗേ ഉള്ളൂ. അല്ല തിരിച്ച് 5-ല് 1 ഇപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ 5-ല് 0.5 അല്ല 0.75. ആ റേഞ്ച് മാത്രമാണ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് 250-270. എന്തിനാണാവോ ഇന്ത്യൻ 2-ലെ പുള്ളി ഇങ്ങനെ ഇന്ത്യൻ 2-ൽ ഇത് അമ്മാതിരി അവരത്. അതിൻ്റെ ഇപ്പുറത്തോട്ട് ഞാൻ ഓർത്ത് തഗ് ലൈഫ് പീക്ക്. അതിൻ്റെ ഫസ്റ്റ് മറ്റേ റിവ്യൂ സാധനമൊക്കെ വിഷയം. അത് കാണും നമുക്ക് ഭയങ്കര കിട്ടുക. കാരണം റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തുകൊണ്ട് ഇതിന്റെ പുള്ളി കംബാക്കേ ഇല്ല. 2 അടുപ്പിച്ച് അടുത്തറ മൂഞ്ചുക എന്ന് പറയുന്നത് എന്നെ പറയാനാണ്. അതേപോലെ തന്നെ ഇതിന്റെ വിഷ്വൽസ് അറ്റവും മുറിയും കൊള്ളാം. ചില സാധനങ്ങൾ വിഷ്വൽസ് കൊള്ളാം, ഫ്രെയിമും ഷോട്ടുകളും കൊള്ളാം. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ പടത്തിനെ കുറിച്ച്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പടം എക്സ്പെക്റ്റിന്റെ വീക്കിൽ പോയി കണ്ട സാധനം പോയി. ഇതുപോലെ തൊലിഞ്ഞു വരിക എന്ന് പറയാം. അമ്മാതിരി പടമായത്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ബൈ.